വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഗാസയിലെ ഏക അർബുദ ആശുപത്രി പൂർണ്ണമായും തകർന്നു. മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള ടർക്കിഷ് ഫലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയിലേക്കാണ് വെള്ളിയാഴ്ച ആക്രമണം ഉണ്ടായത്. ഗാസയുടെ വടക്കൻ തെക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്സെരീം ഇടനാഴിക്ക് സമീപമാണ് ആശുപത്രി. ഗാസ സിറ്റിയിലെ ഇസ്ലാമിക് സർവകലാശാലയിലേക്കും ആക്രമണം ഉണ്ടായി. മുനമ്പിൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. സംഘടനയിലെ 10ാമത്തെ ഡോക്ടറാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 4 ദിവസത്തിനിടെ ഗാസയിൽ ഇസ്രയേൽ കൊന്നൊടുക്കിയവരുടെ എണ്ണം 590 ആയി. ഹമാസിനെ തകർക്കാൻ എന്ന പേരിൽ ഗാസയെ വാസയോഗ്യമല്ലാതാക്കി പിടിച്ചെടുക്കാനാണ് ഇസ്രയേൽ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വടക്കൻ ഗാസയിൽ കരയാക്രമണം രൂക്ഷമാക്കിയ ഇസ്രയേൽ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഭീഷണി മുഴക്കി. ഗാസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച സ്വമേധയാ പലായനത്തിന് വഴിയൊരുക്കാനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. വടക്കൻ ഗാസയിൽ നിന്നും ഇസ്രയേലിലെ അഷ്കലോണിലേക്ക് അയച്ച 2 റോക്കറ്റുകൾ തടുത്തതായി സൈന്യം അറിയിച്ചു. ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ചതിനെതിരെ സർക്കാർ ഉടനെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സർവകലാശാല വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ 100 കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. ഇവിടെ അവരുടെ ജനങ്ങൾക്ക് നേരെ വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ചൊവ്വാഴ്ചയായിരുന്നു ഇസ്രയേൽ ഏകപക്ഷീയമായി പാലസ്തീൻ ഗ്രൂപ്പായ ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘിച്ചത്. മാത്രമല്ല, ടെന്റുകളിൽ ഉറങ്ങിക്കിടന്ന് കുടിയിറക്കപ്പെട്ട ആളുകളെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. കുറഞ്ഞത് 400 പേരെങ്കിലും ഉണ്ടാവും. അതിൽ പകുതിയോളം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ 100 കണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ജനുവരിയിൽ US ഭരണകൂടത്തിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. മാരകമായ വ്യോമാക്രമണങ്ങളുടെ തരംഗം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാസയിൽ എല്ലാ സഹായങ്ങളും വൈദ്യുതിയും വെള്ളവും തടഞ്ഞുകൊണ്ട് ഇസ്രയേൽ നേരത്തെ കരാർ ലംഘിച്ചത്. അതിനുശേഷം ഏകദേശം 700 പേരോളം കൊലപ്പെടുകയുണ്ടായി. എന്നാൽ ഗാസയിലെ ഇസ്രയേലിന്റെ നിഷ്ഠൂരമായ കടന്നാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ 100 കണക്കിന് ആളുകൾ അണിനിരന്നു. വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അഭിഭാഷകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതി കണ്ടിട്ടും NDA സർക്കാർ കുറ്റകരമായ മൗനം പാലിക്കുകയാണെന്ന് ധർണയെ അഭിസംബോധന ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ചൂണ്ടിക്കാട്ടി. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നത് മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യമാണെന്നും സുഭാഷിണി ചൂണ്ടിക്കാട്ടി. CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ തപൻസെൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, KK ശൈലജ, AR സിന്ധു, B വെങ്കട്ട്, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ദാവ്ലെ, CPIM സംസ്ഥാന സെക്രട്ടറി അനുരാഗ് സക്സേന, CPIM നേതാവ് അസീസ് പാഷ, CPI-ML ജനറൽ സെക്രട്ടറി ദീപ ശങ്കർ ഭട്ടാചാര്യ, DYFI ജനറൽ സെക്രട്ടറി ഹിമഗ്ന രാജ് ഭട്ടാചാര്യ, SFI പ്രസിഡന്റ് VP സാനു തുടങ്ങിയവർ പങ്കെടുത്തു.